ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വേദഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഒരു പഠന വിഷയമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേട്ടത് ദൈവപുത്രൻ മാലാഖമാരേക്കാളും ഉന്നതനാണ്. അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്ന് പാപമൊഴികെ സകലത്തിലും മനുഷ്യരുടെ ഭാവത്തോടുകൂടി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു. അങ്ങനെ മനുഷ്യരെ ഇടയിൽ ദൈവം തമ്പുരാൻ പാർത്തതുകൊണ്ട് മനുഷ്യർക്ക് ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. തൻ്റെ പൂർണ്ണമായ മഹത്വം കാൽവറി ക്രൂശിലൂടെ മശിഹാ തമ്പുരാൻ വെളിപ്പെടുത്തി. അങ്ങനെ തന്നെ താഴ്ത്തി ക്രൂശിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ മനുഷ്യരോട് അവൻ്റെ വേദനകളിൽ, അവൻ്റെ കഷ്ടതകളിൽ, അവൻ്റെ സർവ്വവിധമായ വേദനകളിലും പങ്കാളിയായി തീർന്നുകൊണ്ട് അവൻ മനുഷ്യഭാവമെടുത്തു. അങ്ങനെ മനുഷ്യനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രൂശ് മരണത്തിലൂടെ യേശു തമ്പുരാൻ മനുഷ്യമക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. മാത്രമല്ല, അവൻ നമ്മുടെ മൂത്ത സഹോദരനായി തീർന്നു. എല്ലാ ജാതികൾക്കും അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ മകൻ മനുഷ്യപുത്രനായി ഭാവമെടുത്തപ്പോൾ, സാദൃശ്യനായി തീർന്നപ്പോൾ മനുഷ്യമക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മശിഹാ തമ്പുരാൻ അനുഭവിച്ചതായ കഷ്ടതകൾ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയായിരുന്നു എന്ന് ഈ കഴിഞ്ഞ വേദഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ യേശു തമ്പുരാൻ ദൈവപുത്രൻ കഷ്ടതയിലൂടെ പൂർണ്ണത പ്രാപിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം, മനുഷ്യനെ ദൈവപുത്രനാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ പര്യാപ്തനായി തീർന്നു എന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അന്ധകാരത്തിലും അന്ധതമസിലും തപ്പിത്തടഞ്ഞ മനുഷ്യന് പ്രകാശമായി, ദൈവാനുഗ്രഹമായി പ്രകാശത്തിലേക്ക് മനുഷ്യനെ വഴി നടത്തി. വീണ്ടും നമ്മൾ ഈ വേദഭാഗത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അവൻ നമ്മളുടെ സഹോദരനായി തീർന്നു എന്നാണ് നാം പഠിച്ചത്. നമ്മളിനി അവൻ്റെ സഹോദരനത്രേ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ദൈവപുത്രൻ അസംഖ്യം സഹോദരന്മാരിൽ ആദ്യജാതനായി തീർന്നു എന്നാണ്. അസംഖ്യം സഹോദരന്മാരിൽ ആദ്യജാതനായി ദൈവപുത്രൻ മശിഹാ തമ്പുരാൻ തീർന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുന്നുണ്ട്. ഈ വേദധ്യാനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക. ഉയർപ്പിൻ്റെ സുവിശേഷം തൻ്റെ സഹോദരന്മാരോട് പറയുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഈ വേദഭാഗത്തിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മളുടെ ശിരസ്സുകളെ വണക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് ഞങ്ങളെ ദൈവമക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് മനുഷ്യപുത്രൻ്റെ വേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോടൊപ്പം താഴ്മ ധരിച്ച് ഞങ്ങളോടൊപ്പം പാർത്തു. കർത്താവ്, നീ ദൈവമായിരിക്കെ മനുഷ്യനായി തീർന്നു. അങ്ങനെ മനുഷ്യപുത്രരായി ഞങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന ദൈവം തമ്പുരാനെ, ആ യാഗത്തിൻ്റെ പ്രത്യാശയിലും ആ രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിലും മുദ്രയിലും ഞങ്ങളുടെ ജീവിതത്തെ ദൈവീയാനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം
നിൻ്റെ മക്കളെന്നുള്ള പദവി നഷ്ടപ്പെട്ടു പോകാതെ നിരന്തരമായി കർത്താവെ നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ പദവിക്ക് അർഹരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം നിൻ്റെ പാദപീഠത്തിൽ നിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിക്കട്ടെ. നിൻ്റെ വചനത്തിൽ ഞങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ. അതിനെ ധ്യാനിക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. സങ്കീർത്തനത്തിലെ ഉദ്ധരണികൾ ആവർത്തിച്ചുകൊണ്ട് പൗലോസ്ലീഹ വീണ്ടും 12-ാമത്തെ വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവൻ മനുഷ്യപുത്രനായി മനുഷ്യനെ ദൈവിക പദ്ധതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായ രക്ഷാകര പദ്ധതിയെക്കുറിച്ചാണ്. പിതാവിലുള്ള വിശ്വാസം, പിതാവിലുള്ള സമർപ്പണം, ദൈവം ഏൽപ്പിച്ചതായ ദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവാൻ ദൈവത്തിന് തന്നെ ഫരമേൽപ്പിച്ചു കൊടുത്ത് ക്രൂശ് മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ വിശ്വാസവും ആ ത്യാഗവും ദൈവസന്നിധിയിൽ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. പിതാവിൻ്റെ തേജസ്സായിട്ട് അവൻ്റെ തേജസ് ഞങ്ങൾ കണ്ടു. അപ്പോൾ ദൈവം മനുഷ്യനായി മനുഷ്യൻ്റെ ഇടയിൽ പാർത്തു. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർക്കണമെങ്കിൽ മനുഷ്യൻ്റേതായ രൂപമെടുക്കണം. അങ്ങനെ ദൈവം മനുഷ്യൻ്റേതായ രൂപമെടുത്തു. അതുപോലെ തന്നെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിക്കണമെങ്കിൽ ആ തേജസ്സും ബഹുമാനവും മനുഷ്യ മക്കളായ നമുക്ക് അനുഭവമായി തീരുവാൻ തക്കവണ്ണം ദൈവപുത്രൻ നമുക്ക് നൽകണം. അപ്പോൾ നമ്മുടെ ഭാവത്തിലേക്ക് തിന്മയുടെ ഭാവമല്ല, മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയുടെ ഭാവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ താതാത്മ്യപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മെ തേജസ്സും ബഹുമാനവും അണിയിക്കുവാൻ തക്കവണ്ണം ആ തേജസ്സിലേക്കും ബഹുമാനത്തിലേക്കും അവൻ മനുഷ്യ മക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. എങ്ങനെയാണ് ആ തേജസ്സും ബഹുമാനവും വിജയവും നമുക്ക് നൽകിയത്? മനുഷ്യൻ്റെ ശത്രുവായ സാത്താനെ, മനുഷ്യൻ്റെ ശത്രുവായ മരണത്തെ തൻ്റെ മരണത്തിലൂടെ ദൈവപുത്രൻ തോൽപ്പിച്ചു. അങ്ങനെ മരണഭീതി മനുഷ്യരിൽ നിന്നും ദൈവപുത്രൻ മാറ്റിത്തന്നു. അവൻ മനുഷ്യൻ്റെ രൂപമെടുത്ത് മനുഷ്യനായി വസിച്ച് മനുഷ്യനു വേണ്ടി പിശാചിനെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ തേജസ്സിലേക്കും ബഹുമാനത്തിലേക്കും പുത്രൻ തമ്പുരാൻ മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ള വ്യക്തമായ ബോധ്യമാണ് ഈ തിരുവചന പഠനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മരണഭയം എന്നുള്ളത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. പിശാചാണ് അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നത്. അതുകൊണ്ട് മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ
പിശാചിനെ തോൽപ്പിക്കുക. പാപവും മരണവും ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ആ പിശാചിൻ്റെ പ്രവർത്തനത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ തോൽപ്പിക്കുക, അങ്ങനെ മരണത്തെ തോൽപ്പിച്ചു. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ്: ഹേ മരണമേ, നിൻ്റെ വിജയം എവിടെ? മനുഷ്യനെ വേദനിപ്പിക്കുന്ന നിൻ്റെ വിഷമുള്ളി എവിടെ? കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകിയവനായ ദൈവത്തിന് സ്തോത്രം എന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യനിൽ നിന്നും മരണത്തിൻ്റെ ഭീതിയെ മശിഹ തമ്പുരാൻ മാറ്റി. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളി എവിടെ? മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് വിജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലൂടെ പിശാചിനെ, മരണത്തെ തോൽപ്പിച്ചു. സ്വയം ബലിയായി തീർന്ന ദൈവത്തിൻ്റെ പുത്രൻ, മഹാപുരോഹിതൻ, 16-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന അതാണ്. അവൻ, യേശു, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ ബലി സ്വീകരിക്കുന്നവനാണ്. പക്ഷേ അവൻ സ്വയം ബലിയായി തീർന്നു. ബലി അർപ്പിച്ചതും അവനെ സ്വയമായിട്ടാണ്. അപ്പോൾ ബലിവസ്തുവും ബലി അർപ്പിച്ചവനും ബലി സ്വീകരിക്കുന്നവനും ഒരൊറ്റയാളായി ദൈവപുത്രൻ. ബലി അർപ്പിച്ചത് കാൽവരി ക്രൂസിൽ സ്വയം ബലി അർപ്പിച്ചത് ഈ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ ബലി അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഉപയോഗിച്ച ബലിവസ്തു എന്ന് പറയുന്നത് തൻ്റെ ശരീരമാണ്. ബലിവസ്തു, ആ ബലിവസ്തുവിനെ, ആ ബലിയെ സ്വീകരിച്ചതും ദൈവമായ പുത്രൻ തമ്പുരാൻ, അല്ലെങ്കിൽ പുത്രനായ ദൈവം തമ്പുരാൻ. അപ്പോൾ ബലിയും ബലി അർപ്പിച്ചവനും ബലി സ്വീകരിച്ചവനും ആയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് പുത്രൻ തമ്പുരാൻ എന്ന് 16-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. താൻ ബലി അർപ്പിക്കപ്പെട്ടത്, താൻ ബലിയായി തീർന്നത് മാലാഖമാരെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ മനുഷ്യരായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. മാലാഖമാരെ രക്ഷിക്കുവാൻ വേണ്ടിയോ വീണ്ടെടുക്കുവാൻ വേണ്ടിയോ ആണ് എന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെയോ മനുഷ്യരായ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഈ മഹാപുരോഹിതനായ ക്രിസ്തു ബലിയർപ്പിച്ചത്, സ്വയം ബലിയർപ്പിച്ചത്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവിടുന്ന് അബ്രഹാമിൻ്റെ സന്തതിയായി ഒരു യഹൂദനായിട്ടാണ് ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചത്. അപ്പോൾ അവൻ നമ്മളുടെ സഹോദരനാണ്. മാത്രമല്ല, അവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച ബലിയായി തീർന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ കഷ്ടതയിൽ കൂടിയാണ് പുത്രൻ തമ്പുരാൻ പരിപൂർണനായി തീർന്നത്, അല്ലെങ്കിൽ പര്യാപ്തനായി തീർന്നത്. അതായിരിക്കും കുറച്ചുകൂടി അതിനോട് താതാത്മ്യപ്പെടുന്ന വാക്ക് പരിപൂർണനായി തീരുക, അല്ലെങ്കിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പൂർണ്ണതയിലേക്ക് പര്യാപ്തനായി തീരുക എന്നുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തൻ്റെ സഹോദരങ്ങളോട് സദൃശനാകുക. അവൻ എൻ്റെ സഹോദരനായി തീർന്നു, സഹോദരനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഞാനും എൻ്റെ കർത്താവും സഹോദരനായി തീർന്നു. മനുഷ്യനും ദൈവപുത്രനും സഹോദരന്മാരായി ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു. അങ്ങനെയാണ് ദൈവം മനുഷ്യനുമായി താതാത്മ്യപ്പെട്ടത്. മാത്രമല്ല, അവൻ കരുണയും വിശ്വസ്തതയുമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്താണ് ദൈവത്തിൻ്റെ ആർദ്രത? എന്താണ് പുത്രൻ തമ്പുരാൻ്റെ മനസ്സലിവ്? മനുഷ്യൻ്റെ കഷ്ടതകളിലും വേദനകളിലും പ്രയാസങ്ങളിലും ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സ്വാന്തനപ്പെടുത്തുന്ന, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന മഹാപുരോഹിതനാണ് പുത്രനാം ദൈവം. വർഷങ്ങളായി തളർവാദം പിടിച്ചു കിടന്നവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവനായ മശിഹാ തമ്പുരാൻ, ആർദ്രതയുള്ളവനായ, കരയുന്നവരോടുകൂടെ കരയുന്ന,
ബെഥാന്യയിൽ ലാസറിൻ്റെ കല്ലറയിലേക്ക് അവിടെ കടന്നു ചെന്ന് മാർത്തയുടെയും മറിയയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വേദന കണ്ടപ്പോൾ അവിടെ കണ്ണുനീർ വാർക്കുന്നവനായ ഒരു മശീഹ തമ്പുരാൻ, കരയുന്നവരോട് കൂടെ കരയുന്ന, എൻ്റെ വേദനയിൽ എന്നോടൊപ്പം വേദനപ്പെടുന്ന, എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിക്കുന്ന, എൻ്റെ രോഗക്കിടക്കകളെ മാറ്റിവിരിക്കുന്ന, എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകുന്ന, എൻ്റെ വേദനയിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ വീഴ്ചയിൽ എന്നെ താങ്ങുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ദൈവപുത്രനായ എൻ്റെ മൂത്ത സഹോദരനായ ദൈവപുത്രനായ ക്രിസ്തു. അപ്പോൾ എൻ്റെ വേദനകളിലും പ്രയാസങ്ങളിലും എന്നെ സഹായിക്കുവാൻ മതിയായവനാകുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ വാഗ്ദത്തങ്ങളെ മുഴുവനും നിറവേറ്റുന്നവനാകുന്നു എൻ്റെ കർത്താവ്. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ മുഴുവനെയും നിറവേറ്റുന്നവൻ. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവനല്ല, മനുഷ്യൻ്റെ കണക്കല്ല. മനുഷ്യൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ഇന്നൊന്ന് പറയും, നാളെ തിരിച്ചു പറയും. ഇതാണ് പലപ്പോഴും മനുഷ്യരിൽ കാണുന്ന ഒരു സ്വഭാവം. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. ദൈവം സകല വാഗ്ദത്തങ്ങളെയും നിറവേറ്റുന്നവൻ. കന്യകമറിയാൻ പാടി, അവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും നൽകിയതായ വാഗ്ദത്തം അവൻ പാലിച്ചിരിക്കുന്നു. അവൻ താണവരെ ഉയർത്തി, വിശപ്പുള്ളവരെ നന്മ കൊണ്ട് സമ്പൂർണ്ണരാക്കി, ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ താണവരെ ഉയർത്തി. അവൻ അഹങ്കാരികളായ രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. മറിയാമിൻ്റെ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം അവൻ്റെ വാഗ്ദാനങ്ങളെ പാലിക്കുന്നവനാണ്. അപ്രകാരം നമ്മെ സഹായിക്കുന്ന, നമ്മുടെ എല്ലാ വേദനയിലും നമ്മോടൊപ്പം പങ്കുചേരുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് പുത്രൻ തമ്പുരാൻ. വീണ്ടും ആ പുത്രൻ തമ്പുരാനെക്കുറിച്ച്, മനുഷ്യപുത്രനെക്കുറിച്ച് പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ പാപമൊഴികെ സകലത്തിനും നമുക്ക് സദൃശനായി തീർന്നവനാണ് ഈ പുരോഹിതൻ. മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം അവൻ പാപത്തിലേക്ക് വീണു പോവുക എന്നുള്ളതാണ്. തിന്മയിലേക്ക് വീണു പോവുക. അവൻ്റെ ചിന്ത കൊണ്ടും അവൻ്റെ വാക്കുകൊണ്ടും അവൻ്റെ പ്രവൃത്തി കൊണ്ടും വചനത്തോട്, ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ട് ജീവിക്കേണ്ടവനായ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും അതിൽ നിന്ന് അകന്ന് പാപത്തിലേക്ക് വീണു പോകുന്നു. ദൈവത്തോട് സമനായി ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച് ആദിയിൽ ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചു. അവരോടൊപ്പം ദൈവം പാർത്തു. അവരോടൊപ്പം ദൈവം സന്തോഷം പങ്കുവെച്ചു. അവരോട് സംസാരിച്ചു. അവർ ദൈവത്തോട് സംസാരിച്ചു. അങ്ങനെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് പാർത്തിരുന്നതായ സ്വർഗീയമായ നാളുകളുണ്ടായിരുന്നു. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞു. ആ വീഴ്ചയുടെ ഭാവമൊഴികെ, തിന്മയൊഴികെ, പാപമൊഴികെ മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളിലും പുത്രൻ തമ്പുരാൻ സദൃശനായി തീർന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ വിശപ്പ്, മനുഷ്യൻ്റെ ദാഹം, മനുഷ്യൻ്റെ മാനസികമായ സംഘർഷം, മറ്റുള്ളവരുടെ പരിഹാസം, നിന്ന, കല്ലേറ്, ദുഃഖങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, മുറിവുകൾ, ശരീരത്തിൽ തൻ്റെ മാംസരക്തങ്ങളിലുണ്ടായ മുറിവുകൾ, വേദനകൾ, ഇതെല്ലാം അനുഭവിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ അതേ മാംസത്തിലും രക്തത്തിലുമാണ് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. അതേ മാംസജഡരക്തങ്ങൾ. അതിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-14 നമ്മൾ വായിച്ചത്, വചനം ജഡമായി തീർന്നു, അങ്ങനെ അവൻ മനുഷ്യൻ്റെ ഇടയിൽ പാർത്തു. നമ്മുടെ ആ മാംസരക്തങ്ങളുടെ അതേ സാദൃശ്യത്തിൽ, എന്നാൽ പാപത്തിൽ നിന്ന് വിമുക്തനായി, പാപമില്ലാത്തവനായി, പാപികളായ നമ്മളുടെ ഇടയിൽ ദൈവപുത്രൻ പാർത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, പാപികളായ നമ്മെ തൻ്റെ ക്രൂശുമരണത്തിലൂടെ, തൻ്റെ കഷ്ടതയിലൂടെ, തൻ്റെ സഹനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ കഷ്ടതയിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, യാതനകളിലൂടെയും വേദനകളിലൂടെയും
പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് ദൈവാത്മാവിൽ നയിച്ച് പൈശാചികമായ സകല ബന്ധനങ്ങളെയും തോൽപ്പിച്ച് തൻ്റെ മരണത്തിലൂടെ പിശാചിനെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റവനാണ് മശീഹ തമ്പുരാൻ. ആ മശീഹ തമ്പുരാൻ മനുഷ്യരായ നമ്മൾക്ക് വരുന്നതായ സകല പ്രലോഭനങ്ങളെയും യാതനകളെയും വേദനകളെയും കഷ്ടതകളെയും അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന, നമ്മോടൊപ്പം നടക്കുന്ന, നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു ക്രിസ്തുവാണ് നമുക്കുള്ളത്, ദൈവപുത്രനാണ് നമുക്കുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം വിളിക്കുമ്പോൾ അവൻ ഓടിയെത്തും. എൻ്റെ കണ്ണ് ഈറനണിയുമ്പോൾ ആ കണ്ണീർ ഒപ്പുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഓടിയെത്തും. ഞാൻ രോഗിയായിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുവാനും സൗഖ്യം നൽകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഓടിയെത്തും. എനിക്ക് എഴുന്നേൽക്കുവാൻ വയ്യാതെ കടഭാരത്തിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കർത്താവ് താങ്ങുന്ന കരങ്ങളുമായി എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തു വരും. എനിക്ക് വേണ്ടി അവൻ ചാട്ടവാറടിയേറ്റു. എൻ്റെ പാപത്തിനു വേണ്ടി, ഞാൻ ചെയ്ത കുറ്റത്തിന് പരിഹാരമായി അവൻ മുൾക്കിരീടം അണിയപ്പെട്ടു. എൻ്റെ പാപത്തിൻ്റെ ഫലമായി ഞാൻ മരിച്ചു പോകേണ്ടതിന് പകരം അവൻ സ്വയം തൻ്റെ ജീവിതത്തെ കാൽവരി ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിശാച് എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ടു എങ്കിൽ ആ പിശാചിനെ ചവിട്ടിക്കൊന്ന്, പാപമുള്ളുകളെ ചവിട്ടിക്കൊന്ന് യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിലൂടെ അവൻ എന്നെ ഉയർപ്പിച്ചു. പാതാളത്തിലേക്ക് എന്നെ തള്ളിയ പിശാചിൻ്റെ അനുഭവത്തിൽ, പാതാളത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് തൻ്റെ ഉയർപ്പിലൂടെ അവൻ നമ്മെ കൊണ്ടുവന്നു. അങ്ങനെ ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു ദൈവികമായ ബോധ്യത്തിലേക്ക്, ആത്മീയമായ ദർശനത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം, ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം, ആത്മീയമായ വർധനവുണ്ടാകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ ജീവിക്കുവാൻ അവൻ നമ്മോട് ചേർന്ന് ജീവിച്ചതുപോലെ നാം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സഹായിക്കണം. അതാണ് ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിൽ നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇതെല്ലാം നീ എനിക്ക് വേണ്ടി സഹിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നമ്മൾ എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? എന്താണ് ക്രിസ്തുവിന് വേണ്ടി ചെയ്യേണ്ടത്? യേശു തമ്പുരാൻ തന്നെ നമ്മോട് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത്. നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുമ്പോൾ, നീ മറ്റുള്ളവരെ കരുതുമ്പോൾ, നീ രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ, വേദനിക്കുന്നവൻ നീ താങ്ങായി തീരുമ്പോൾ, കടത്തിലും ഭാരത്തിലും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരുമ്പോൾ നീ എന്നെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ അതേ ഭാവം പൗലോസ്ലീഹ ഫിലിപ്പർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹാവ് ദ ട്രൂ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. അപ്രകാരം ദൈവാത്മാവിൽ വളരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ അതേ ഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.